മീര, നീ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം 60 വർഷം മുൻപ് ഒരാൾ നടത്തിയൊരു പ്രസംഗം, മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയറിന്റെ ഐ ഹാവ് എ ഡ്രീം. അതെങ്ങനെയാ ഇപ്പോഴും ഇത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്നേ? നമ്മളിപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഭയങ്കരം തന്നെയല്ലേ? അത് ശരിയാ. സത്യം പറഞ്ഞാല് ഇത് ഇൻസ്റ്റാഗ്രാമിലൊരു വൈറൽ മീം പോലെയാ. പക്ഷെ ഈ മീം മാത്രം 60 കൊല്ലമായിട്ടും ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടില്ല. എന്താ ഇതിന്റെ ഒരു സീക്രറ്റ്? വാ, നമുക്കിതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി നോക്കിയാലോ. എന്താണ് ഈ പ്രസംഗത്തിന് ഇത്ര പ്രത്യേകത എന്ന് കണ്ടുപിടിക്കാം. രവി, അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതൊരു സാധാരണ പ്രസംഗമായിരുന്നില്ല. 1963 വാഷിംഗ്ടണിൽ നടന്ന ജോലിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മാർച്ച് എന്നൊരു ഭീകര സംഭവത്തിന്റെ ഹൈലൈറ്റായിരുന്നു ഈ സ്പീച്ച്. അപ്പൊ നോക്ക്, ആരാ പ്രസംഗിച്ചത്? മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ. ഇവിടെ വെച്ച് വാഷിംഗ്ടണിലെ ലിങ്കൺ മെമ്മോറിയലിന് മുന്നില്. എന്തിനുവേണ്ടി? വംശീയ സമത്വത്തിനും നീതിക്കും വേണ്ടി. ആ സ്ഥലം ഒരു രക്ഷയില്ലാത്ത സിംബോളിക്കായിരുന്നു. കാരണം 100 വർഷം മുൻപ് അടിമത്വം നിർത്തലാക്കിയ എബ്രഹാം ലിങ്കന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്, ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാന്ന്. ഒരു മിനിറ്റ്. അമേരിക്ക ഒരു വാഗ്ദാനം ലംഘിച്ചു, ഒരു ബാഡ് ചെക്ക് കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതെന്താ സംഭവം? ചെക്ക് ബൗൺസ് ആവുന്ന പോലെയോ? അത് തന്നെ സംഭവം. ഇതാണ്, അടിമത്തം നിയമപരമായി നിരോധിക്കുന്ന വിമോചന പ്രഖ്യാപനം വന്നിട്ട് 100 വർഷം കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യം പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അർജുൻ കിങ് ഇതിനെ ഒരു പ്രോമിസറി നോട്ട് എന്നാണ് വിളിച്ചത്. അതായത് അമേരിക്കയുടെ ഭരണഘടനയിലും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലുമൊക്കെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യവും നീതിയും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടല്ലോ. ആ ഉറപ്പാണ് ഈ പ്രോമിസറി നോട്ട്. ആഹാ, കത്തി. അപ്പൊ സിമ്പിളായി പറഞ്ഞാൽ അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പക്ഷെ ആ TNC എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരുന്നില്ല. കൊള്ളാം. ഹോ, എന്തൊരു ലൈനാണത്! അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞ് മടങ്ങിയൊരു ചെക്ക്. എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്നറിയോ? നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് കാർഡുമായി കടയിൽ ചെല്ലുമ്പോൾ ഇതിലെ കാശാരോ നേരത്തെ ഉപയോഗിച്ചല്ലോ എന്ന് കേൾക്കുന്ന പോലത്തൊരവസ്ഥ. ചതിക്കപ്പെട്ട ഫീൽ. അതെ, കിങ് ആ വ്യത്യാസം അടിവരയിട്ട് കാണിച്ചു. അമേരിക്ക കൊടുത്ത വാഗ്ദാനം ജീവൻ, സ്വാതന്ത്ര്യം, സന്തോഷം. കറുത്ത വർഗ്ഗക്കാർക്ക് കിട്ടിയ യാഥാർത്ഥ്യമോ വേർതിരിവിന്റെ കൈവിലങ്ങുകളും വിവേചനത്തിന്റെ ചങ്ങലകളും. ആ വാക്കുകൾക്ക് തന്നെ എന്തൊരു പവറാണല്ലേ! കൈവിലങ്ങുകൾ, ചങ്ങലകൾ. കേൾക്കുമ്പോൾ തന്നെ ആ അവസ്ഥയുടെ ഭീകരത നമുക്ക് ഫീൽ ചെയ്യും. ഓക്കേ, അപ്പോൾ നമുക്ക് ആ പ്രസംഗത്തിലെ ഏറ്റവും ഫേമസ് ആയ ഭാഗത്തേക്ക് വരാം. എനിക്കൊരു സ്വപ്നമുണ്ട്. ആ ഒരൊറ്റ ലൈൻ മതി, എല്ലാവർക്കും ഈ പ്രസംഗം ഓർമ്മ വരും. പക്ഷേ എന്തായിരുന്നു ആ സ്വപ്നമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എത്ര പേർക്കറിയാം? എക്സാക്ട്ലി, കിങ്ങിന്റെ സ്വപ്നം ഇതൊക്കെയായിരുന്നു. ആളുകളെ തൊലിയുടെ നിറം വെച്ചല്ല, അവരുടെ സ്വഭാവം വെച്ച് വിലയിരുത്തുന്ന ഒരു കാലം. മുൻപ് അടിമകളായിരുന്നവരുടെ മക്കളും അടിമ ഉടമകളുടെ മക്കളും സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചിരിക്കുന്നത്. മിസിസിപ്പി പോലെ വെറുപ്പും വിവേചനവും നിറഞ്ഞ സ്ഥലങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെയും നീതിയുടെയും മരുപ്പച്ചകളായി മാറുന്നത്. അങ്ങനെ ഒന്നായിത്തീർന്നൊരു രാജ്യം. ആലോചിച്ചു നോക്കിയേ, 1963 ഇങ്ങനൊരു സ്വപ്നം കാണാൻ എന്ത് ധൈര്യം വേണം! ഭയങ്കര പോസിറ്റീവാണല്ലേ? പക്ഷേ ഈ ആശയങ്ങൾ മാത്രമല്ല ആ പ്രസംഗത്തെ ഇത്ര ഹിറ്റാക്കിയത്. അത് പറഞ്ഞ രീതിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കിങ് കുറച്ച് കിടിലൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പോൾ ഇതിന്റെ പിന്നിലൊരു മേക്കിംഗ് വീഡിയോ ഉണ്ടല്ലേ? പറ മോനെ അർജുനെ, കേൾക്കട്ടെ ആ സീക്രട്ട് സോസ് എന്താണെന്ന്. നോക്ക്, ഇതിൽ ഏറ്റവും പ്രധാനം റിപ്പിറ്റിഷൻ, അതായത് ആവർത്തനാണ്. ഒരേ വാചകം ഇങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിലങ്ങ് പതിയും. ഇതിന് അനാഫ്ര എന്നൊരു പേരുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാഡ് ചെക്ക് പോലത്തെ ഉപമകൾ, അതൊന്നും ആരും മറക്കില്ല. പോരാത്തതിന് ബൈബിളിൽ നിന്നും ഭരണഘടനയിൽ നിന്നുമുള്ള കാര്യങ്ങൾ കൂടി ചേർത്തപ്പോൾ പ്രസംഗത്തിനൊരു മോറൽ അതോറിറ്റി കിട്ടി. ആ ശരിയാ. ഈ എനിക്കൊരു സ്വപ്നമുണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു പാട്ടിലെ കോറസ് പോലെയാ. അത് നമ്മളെ ഒരു പ്രത്യേക വൈബിലേക്ക് കൊണ്ടുപോകും. അറിയാതെ നമ്മളും കൂടെ ഏറ്റുപാടിപ്പോകും. അതാണതിന്റെ മാജിക്. അതെ, പിന്നെ അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു പവർഫുൾ വാചകമാണ് ഇപ്പോഴത്തെ തീവ്രമായ അടിയന്തരാവസ്ഥ. അതായത് ഇനി കാത്തിരിക്കാൻ പറ്റില്ല, മാറ്റം ഇപ്പോൾ തന്നെ വേണം എന്നൊരു സ്ട്രോങ് മെസ്സേജ്. കിട്ടിപ്പോയി. നമ്മുടെ ഫൈനൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട തലേദിവസത്തെ അവസ്ഥയില്ലേ, ഇപ്പൊ ചെയ്തില്ലെങ്കിൽ സീൻ കോൺട്ര ആവും എന്നൊരു ഫീല്. അതുതന്നെ. ആ ഒരു അർജൻസിയാണ് പിന്നീട് പല മാറ്റങ്ങൾക്കും കാരണമായത്. അപ്പോ അടുത്ത ചോദ്യം, ഈ പ്രസംഗം കൊണ്ട് ശരിക്കും എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്തുകൊണ്ടാണത് ഇന്നും ഇത്ര റിലവൻ്റ് ആയിരിക്കുന്നത്? തീർച്ചയായും ഉണ്ടായി. ഈ പ്രസംഗം ദശലക്ഷക്കണക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത വർഷം 1964 അമേരിക്കയിൽ വംശീയ വിവേചനം അവസാനിപ്പിക്കുന്ന പൗരാവകാശ നിയമം പാസാക്കി.
മീര, അതുമാത്രമല്ല, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പോലുള്ള ഇന്നത്തെ പല മുന്നേറ്റങ്ങളുടെയും കോർ ഐഡിയ ഈ പ്രസംഗത്തിൽ നിന്നുള്ളതാണ്. നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഇതൊരു എനർജി ഡ്രിങ്ക് പോലെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, കിങ് കണ്ട സ്വപ്നം, അതായത് പൂർണ്ണമായ സമത്വം, അതിപ്പോഴും മുഴുവനായി യാഥാർത്ഥ്യമായിട്ടില്ല. അത് ശരിയാണ്. വംശീയ വിവേചനവും പലതരം അസമത്വങ്ങളും ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കിങ്ങിന്റെ വാക്കുകൾക്ക് അന്നത്തെ അതേ പ്രസക്തി ഇന്നുമുണ്ട്. അപ്പൊ അതാണ് പോയിന്റ്. കിങ് ലോകത്തിനൊരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നം ഒരു റിയാലിറ്റിയാക്കി മാറ്റുന്നതിൽ നമുക്കോരോരുത്തർക്കും ഒരു പങ്കുണ്ട്. എന്താണ് നമ്മുടെ പങ്ക്? ഇതൊരു നല്ല ചോദ്യമല്ലേ? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്.